ഇനി നമുക്ക് പേജ് നമ്പർ 114 ചോദ്യം നോക്കാം. അപ്പോൾ എന്താണ് ചോദ്യം? രണ്ട് ത്രികോണങ്ങളും അവയുടെ പരിവൃത്തങ്ങളുമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഓരോ വൃത്തത്തിന്റെയും ആരം കണക്കാക്കുക. അതായത് ഇവിടെ രണ്ട് വൃത്തങ്ങൾ തന്നിട്ടുണ്ട്. അത് ആദ്യത്തെ വൃത്തം നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഇതിന്റെ കേന്ദ്രകോൺ 30 ഡിഗ്രി, അതായത് ഇവിടുത്തെ ഈ കോൺ കേന്ദ്രകോണല്ല, ഈ ഒരു കോൺ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ ഒരു ത്രികോണത്തില് ഇവിടെ 2 സെന്റിമീറ്റർ, ഒരു വശം 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് ഈ ഒരു വൃത്തത്തിന്റെ ആരം കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആരം കാണാൻ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പിക്ചർ തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു കോൺ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ കോൺ നമുക്ക് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വശം, ത്രികോണത്തിന്റെ ഈ ഒരു വശം എന്ന് പറഞ്ഞാല് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് വൃത്തത്തിന്റെ ആരം ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം വിചാരിക്കുക. വൃത്തത്തിന്റെ കേന്ദ്രം ഇതാണ് നമ്മുടെ ആരം. അപ്പോ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, ഞാൻ കണ്ട ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ. നമ്മുടെ അതായത് ഇപ്പൊ നമുക്ക് ആദ്യം എഴുതാണെങ്കിൽ ഞാൻ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2 6 പറഞ്ഞാല് 6 വേണം കേട്ടോ. 2 6 സൈൻ c/2 സൈൻ c/2 വേണമെങ്കിൽ ബ്രാക്കറ്റ് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞത് ഈ 6 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ തന്നിട്ടുണ്ടോ? അപ്പൊ പിക്ചർക്ക് നേരെ നോക്കും. ഇത് ഞാനാണ് കേട്ടോ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തരില്ല. ഈ ത്രികോണം നോക്കാം. ഈ വൃത്തത്തിന്റെ അളകത്തെ ത്രികോണം നോക്ക്. ഈ വൃത്തത്തിലെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു വശം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഈ 2 സെന്റിമീറ്റർ കാണിച്ചത് എന്താണ്? ഇത് വൃത്തത്തിന്റെ ഒരു ഞാനാണ് അല്ലേ. അതായത് ഇതും ഒരു ഞാനാണ്. ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളും ഈ വൃത്തത്തിന്റെ 3 ഞാനുകളാണ്. നമുക്ക് തന്നത് ഈ ഒരു വശത്തിന്റെ നീളലേ തന്നത്. അപ്പൊ ഇത് 2 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിവിടെ ഞാൻ ഈക്വൽ ടു 2 സെന്റിമീറ്റർ തന്നു. നമ്മുടെ ഈ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഞാനിന്റെ ഇത് ഇട്ട് കൊടുത്ത് നോക്കാം. അതായത് ഞാനിന്റെ അവിടെ 2 ഇട്ടു. ഇപ്പുറത്ത് എന്താണ്? 2 ഇൻറ്റു ആരം ഇൻറ്റു ഇനി സൈൻ. ഇനി ഇവിടെ സി. ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ കേന്ദ്രകോൺ ഉണ്ടാവുക. നമുക്ക് കേന്ദ്രകോണിന്റെ ആവശ്യമില്ല, നമുക്ക് കേന്ദ്രകോണിന്റെ പകുതിയാണ്. അപ്പൊ ഇവിടെ എത്ര ആണോ തന്നിരിക്കുന്നത്, ഇവിടുത്തെ ഈ കോണിന്റെ പകുതി ആയിരിക്കും ഈ കോണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൃത്തങ്ങളുടെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ നേർ പകുതി ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ആൾ തന്നെയാണ്. ഇവിടെ c/2 എന്ന് പറഞ്ഞാല് c/2 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ എത്രയാണ്? 30 ഡിഗ്രി തന്നെയാണ്. കാരണം നമുക്ക് ഇതാ ഈ c/2 ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് c, ഇതിന്റെ പകുതിയാണ് ഇത്. മനസ്സിലായോ? അപ്പൊ സൈൻ c/2 നമുക്ക് എത്ര കിട്ടിയത്? 30 കിട്ടി. അപ്പൊ 30 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇനി എഴുതാം. ഇനി ഈ സൈൻ 30 അതായത് നമ്മൾ ഇതിന് തൊട്ട് മുന്നിലെ പേജ് നമ്പർ 108 ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ സൈന്റെ വാല്യൂ ലാസ്റ്റ് പേജിന്റെ ടേബിൾ നോക്കിയിട്ട്, അതായത് ബുക്കിന്റെ ലാസ്റ്റ് പേജ് വന്നിട്ടില്ലേ അതിലല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 1/2 1/√2 3/2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോളം നമുക്ക് 108 നോക്കിയാൽ മനസ്സിലാവും. ആ ക്ലാസ് മനസ്സിലായെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാം കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സൈൻ 30 എന്ന് പറഞ്ഞാല് 1/2 ആണ്. നമ്മുടെ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് 0.5 എന്നൊക്കെ കിട്ടാം. അതിനേക്കാൾ സുഖം നമുക്ക് 1/2 വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് 2 ഈക്വൽ ടു 2 ഇൻറ്റു ആർ ഇൻറ്റു സൈൻ 30 പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? 1/2 എന്നിട്ട് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? ഈ ആറിനെ നമുക്ക് കണ്ടത് ആറിനല്ലേ. അപ്പൊ ആറിനെ മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാനോട് ഇങ്ങോട്ട് പോയിക്കോളാൻ പറയാണ്. അപ്പോ ഇവിടെ 2 ഉണ്ട് സ്വീകരിക്കാൻ. ആദ്യം ഈ 1/2 2 ഇങ്ങോട്ട് തട്ടാണ്. 1/2 ഈ 2 ഇവിടെ /2 ആണല്ലേ, ഹരണം 2 ആണ്. അത് ഇവിടേക്കാണ് വരുമ്പോ എന്തായി? ഗുണനം 2 ഈ കോട്ട്. ഇനി ഇവിടെ എന്തുണ്ട്? 2 ഇൻറ്റു 6 മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ 1നെ കൂട്ടേണ്ട ആവശ്യമില്ല. 1 ഇവിടേക്ക് വരുമ്പോ 1 കൊണ്ട് 1 കൊണ്ട് ഹരിക്കുകയോ 1 കൊണ്ട് ഗുണിക്കുകയോ ചെയ്താലും ഒരു കുഴപ്പമില്ല അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഈ 6 ഒറ്റയ്ക്ക് ആവണം. അപ്പൊ ഈ 2 ഇങ്ങോട്ട് പോന്നാളോ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് വന്നു? അപ്പൊ ഇവിടെ 2 ഇൻറ്റു 2 ഇവിടെ ഉണ്ട്. ഇനി ഈ 2 ഇവിടേക്ക് വരുമ്പോ ഇവിടെ ഗുണിക്കാണ്. ഇങ്ങോട്ട് വന്നപ്പോ എന്തായി? ഹരണം 2 ഈക്വൽ ടു 6 അപ്പൊ എന്ത് ചെയ്തു? ഈ 2 കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ r ഈക്വൽ ടു 2. നമുക്ക് r എന്നാണ് പറഞ്ഞാൽ ആരമാണ് അല്ലേ. അപ്പൊ നമുക്ക് സെന്റിമീറ്റർ എന്ന് കിട്ടാം. അതായത് ആരം എന്ന് പറഞ്ഞാല് 2 സെന്റിമീറ്റർ ആണ് ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? ഇനി അതിൽ ഒരു പിക്ചറും കൂടി ഉണ്ട് അല്ലേ. 2 ചിത്രം തന്നിട്ടില്ലേ. അതിൽ അടുത്ത പിക്ചർ എന്ന് പറഞ്ഞാല് ഇതാണ് വൃത്തത്തില് എന്താണ് 30
അല്ല സോറി 3 സെന്റിമീറ്ററും ഇവിടുത്തെ കോണളവ് 135 ഡിഗ്രി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ പിക്ചർ. 3 സെന്റിമീറ്ററും പിന്നെ എന്താണ് തന്നിരിക്കുന്നത് 135 ഇവിടുത്തെ കോണളവ് തന്നിരിക്കുന്നത്. അപ്പോ അത് നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഞാൻ ഈക്വൽ ടു 2 ഇൻറ്റു ആരം ഇൻറ്റു സൈൻ c/2. c/2 പറഞ്ഞാല് കേന്ദ്രകോണിന്റെ പകുതി കേട്ടോ. ഇവിടെ ഞാണ് നമുക്ക് തന്നിട്ടുണ്ടോ? അപ്പൊ ഞാണ് നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. വൃത്തത്തിൽ ഏതെങ്കിലും 2 ബിന്ദു, ഈ ഒരു ബിന്ദുവും അതായത് ഈ ബിന്ദുവും ഈ ബിന്ദു കൂടി യോജിപ്പിച്ച് വരയ്ക്കണ ഇതാണ് ഞാണ്. ഞാണ് നമുക്ക് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്ന കാര്യം ആദ്യം എഴുതാം. ഞാൻ ഈക്വൽ ടു 3 സെന്റിമീറ്റർ തന്നു. ഇനി നമുക്ക് സി ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് അതായത് ഈ ഞാൻ ഉണ്ടാക്കി ഇവിടെ ഈ കോണ തന്നിരിക്കണം നമുക്കപ്പോ ഞാൻ ഏതാ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ടും വരച്ചു, ഒരു ലൈന് ഇങ്ങോട്ടും വരച്ചു. അപ്പൊ ഇതെന്താ, ഇതിന്റെ അകത്ത് ഒരു ചതുർഭുജമായി അല്ലേ. അപ്പൊ ഇതിന്റെ നോക്ക്, ഇവിടെ 135 അല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ കോണ്, അതായത് ഈ 2 കോണുകളോടും കൂട്ടിയാൽ എത്ര വരണം? 180 വരണം. നമ്മുടെ റൂളാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്ററിൽ, നമ്മുടെ വൃത്തങ്ങളുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കോണും അതായത് ഈ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക എന്ന് പറഞ്ഞാല് 180 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ 135 ആണെങ്കിൽ ആ കോണ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, 180 നിന്നും 135 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഈ കോണ് നമുക്ക് എന്ത് കിട്ടി? 45 കിട്ടി. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ c/2 കിട്ടി. എത്രയും കിട്ടിയത്? c/2 എന്നുള്ളത് നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഞാൻ പകരം നമുക്ക് ഇവിടെ 3 ഇട്ട് കൊടുത്തു. 3 ഈക്വൽ ടു 2 ഇൻറ്റു ആരം ഇൻറ്റു സൈൻ 45 എന്ന് വന്നു. ഇനി സൈൻ 45ന്റെ വരും പേജ് നമ്പർ 108 ആ ടേബിൾ നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട കേട്ടോ. സൈൻ 45 എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് 1/√2 എന്താണ്? സൈൻ 45 കോസ് 45 സെയിം ആണ്, 1/√2 അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. 3 ഈക്വൽ ടു 2 ഇൻറ്റു ഇൻറ്റു സൈൻ 45 പകരം 1/√2 ഇട്ട് കൊടുത്തു. ഇനി നേരത്തെ ചെയ്ത പോലെ ഇവിടെ 6 മാത്രം നിർത്തിയിട്ട് ബാക്കി ഞങ്ങൾക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്ത് വന്നു? ആദ്യം √2 ഇപ്പുറത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. √2 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ്? ഹരണാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? അത് ഗുണനായിട്ട് മാറി. അപ്പൊ എന്ത് വന്നു? 3 ഇൻറ്റു √2 ഈക്വൽ ടു 2 ഇൻറ്റു 6 എന്ന് വന്നു. ഇനി 6നോട് എന്ത് പറഞ്ഞു? ഇങ്ങോട്ട് 6 പറഞ്ഞു 2നോട് നീ ഇവിടേക്ക് പോയിക്കോ, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞു. 6 മാത്രം നിൽക്കുകയാണ്. അപ്പോൾ 2 ഇവിടെ എന്താ ചെയ്തിരിക്കണേ? ഇൻറ്റു ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എന്താവും? ഇവിടെ 3 ഇൻറ്റു √2/2 ഈക്വൽ ടു 6 എന്ന് വന്നു. അപ്പോൾ 3 ഇൻറ്റു √2 നമുക്ക് എങ്ങനെ എഴുതാവുന്നും കൂടിയും. അപ്പോൾ നമുക്ക് ആരല്ലേ കാണാൻ പറഞ്ഞത്? 3 ഇൻറ്റു √2 നമുക്ക് ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല. 3√2 പറഞ്ഞാൽ 3 ഇൻറ്റു √2 ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഈ /2 ഇത്രയും സെന്റിമീറ്ററിന് കിട്ടി. സെന്റിമീറ്റർ ആണ്. അപ്പൊ 3√2 /2 സെന്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇവിടെ ആരം കിട്ടി. ഇനി ഇതിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തത് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ 80 ഡിഗ്രി ആയിരിക്കുകയും വേണം. വൃത്തത്തിന്റെ ആരം എത്രയായി എടുക്കണം? അപ്പോ എന്താണ്? 5 സെന്റിമീറ്റർ നീളമുള്ള വര, ആ വൃത്തത്തിലൂടെ അതിന്റെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന വൃത്തം. ഇനി അതിന്റെ ഒരു ഭാഗത്തെ കോൺ എത്രയാണ് തന്നിരിക്കുന്നത്? 80 ഡിഗ്രിയാ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വൃത്തം എന്ന് വിചാരിക്കാം. ഇനി എന്ത് ചെയ്യണ്ട്? ഒരു വര എന്ന് പറഞ്ഞാല് ഇതാ ഒരു വര ഇങ്ങനെ ഇത് കൂടി കടന്നു പോകണ്ട്. ഇതിന്റെ നീളം തന്നിട്ടുണ്ട് 5 സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നത്. നോക്കട്ടെ,
യെസ് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര അതിന്റെ അറ്റങ്ങളോട് കടന്നു പോകുന്ന വൃത്തം അതിൽ ഒരു വശത്തുള്ള വൃത്തപാതന കോണ് 80 ഡിഗ്രി. അപ്പം ഇതാണ് നമ്മുടെ വൃത്തം. അതിൽ ഈ ലൈൻ കണ്ടോ, ഇതാണ് നമ്മുടെ 5 സെന്റിമീറ്ററിലെ വര. 5 സെന്റിമീറ്റർ ആണ് ഈ വരട. ഇതിന്റെ ഈ അറ്റത്തിലൂടെയും ഈ അറ്റത്തിലൂടെയും വൃത്തം കടന്നു പോകുന്നുണ്ട്. ഇനി ഇതിൽ ഒരു ഭാഗത്ത് ഒരു കോൺ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? 80 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമ്മളോട് ഈ വൃത്തത്തിന്റെ ആരമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 5 തന്നത് എന്താണ്? ഞാണല്ലേ. വൃത്തത്തിന്റെ 2 ബിന്ദുക്കളിലൂടെ കടന്നു പോണ വരയ്ക്ക് നമ്മൾ എന്താ പറയാ? ഞാണെന്ന് പറയല്ലേ. അപ്പൊ നമുക്ക് ഞാൻ കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം. ഞാൻ ഈക്വൽ ടു 2r sin c/2 ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ ഞാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി c/2 നമുക്കറിയാം. c/2 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? അതാണ് 80. കാരണം c ഇവിടെ ഇതിന്റെ പകുതി ഇരട്ടിയായിരിക്കും. ഇവിടെ വൃത്തത്തിന്റെ കേന്ദ്രത്തിലാണ് ഇത് c ആണ്. വൃത്തത്തിന് ഇവിടെ തരുന്നത് c/2 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാണ്. 5 ഈക്വൽ ടു 2 ഇൻറ്റു r ഇൻറ്റു സൈൻ 80 എന്ന് വരും. യെസ്. അപ്പൊ ഇനി സൈൻ 80ന്റെ വില കാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിനാകുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് നിങ്ങളുടെ പേജിന്റെ ലാസ്റ്റ്, അതായത് ബുക്കിൽ ലാസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സൈനിന്റെ ക്വസ്റ്റിന്റെ വില നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ നോക്കിയിട്ട് നമുക്ക് ആ വില എടുക്കാം. അപ്പൊ എന്ത് വന്നു? 5 ഈക്വൽ ടു 2 ഇൻറ്റു r ഇൻറ്റു സൈൻ 80ന്റെ വില എന്ന് പറഞ്ഞാല് 0.9848 ആണ്. 0.9848. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് 6 മാത്രമാണ് കാണേണ്ടത്. 6 കാണാൻ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഇവിടെ ഇവർ രണ്ടും ഇൻറ്റു ചെയ്യാൻ പറ്റില്ലേ? 0.9848 നമുക്ക് 2 കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. അപ്പൊ എത്ര വരാൻ നോക്കാം. അപ്പൊ എങ്ങനെ വന്നു? ആദ്യം നമുക്ക് പോയിന്റ് ഒഴിവാക്കിയിട്ട് ചെയ്താലും മതി. നമുക്ക് പോയിന്റ് ഒഴിവാക്കി ചെയ്യാം. പിന്നെ ലാസ്റ്റ് നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് 9 കേട്ടോ. 9.848 ഇൻറ്റു 2 ചെയ്യണം. 2 16 ശിഷ്ടം 1 24 8 8 3 9. 2 16 ശിഷ്ടം വീണ്ടും 1 20 18 18 3 19 വന്നു. ഇനി നമുക്ക് ഇവിടെ പോയിന്റിന് ശേഷം 4 നമ്പേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ 1 2 3 4 ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1.9696 കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ 5 ഈക്വൽ ടു ഇതെന്ത് വന്നു? 1.9696 കിട്ടി. ഇനി ഈ 6 ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു 6 കാണാൻ 1.9696 ഇപ്പുറത്തേക്ക് തട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ ഈ 5 ഇവിടെ നിർന്നു. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഗുണനാണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമായി മാറി. 1.9696 ഈക്വൽ ടു 6 വന്നു. ഇനി എന്ത് ചെയ്യണം? 5നെ കൊണ്ട് നമ്മൾ 9696 നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഹരിക്കണം. അപ്പോൾ 9696 ഒക്കെ പറയുമ്പോൾ വലിയ നമ്പറായി. നമുക്ക് അതിനൊന്നും ചെറുതാക്കണം. അപ്പോൾ ചെറുതാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ നമുക്ക് റൗണ്ട് ആക്കി എടുക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റൗണ്ട് ആക്കി എടുക്കാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് റൗണ്ട് ആക്കി എടുക്കാന്നാണ്. അപ്പോൾ നോക്ക് 1.96 നമുക്ക് 2 എണ്ണം മതി. ഇവിടെ 9 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 9.969 6 കഴിഞ്ഞില്ല. നമുക്ക് 2 ഇത്ര മതി. 1 പിന്നെ 2 നമ്പർ മതി. അപ്പൊ ഇവിടെ 6 ആണോ എടുക്കേണ്ടത് 7 ആണോ എടുക്കേണ്ടത് നോക്കണം. 1.96 എടുക്കണോ 1.97 എടുക്കണോ നോക്കാം. നമ്മൾ ഇപ്പുറത്തുള്ള ആളെ നോക്കിയിട്ടാണ്. ഇവിടെ 5നേക്കാൾ കൂടുതലാണ്. ഇവിടെ 9 അല്ലേ. 5നേക്കാൾ വലുതാണ് നമുക്ക് അടുത്ത നമ്പറാക്കി എടുക്കാം. 5നേക്കാൾ ചെറുതാണ് ഇതേ എഴുതാം. അതായത് ഇപ്പൊ 1.96 നമുക്ക് ഇപ്പുറത്തെ അതിന് ശേഷം വീണ്ടും ഒരു 9 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1.97 ആക്കി എഴുതാം. നമുക്ക് റൗണ്ട് ആക്കി എടുക്കാന്ന് പറയാം. നമ്മൾ റൗണ്ട് ആക്കി. അപ്പൊ ഈ ഒരു സംഭവം 1.9696 അത്രയും അടുത്തായി. 1.97 അത്രയും അടുത്തൊക്കെയാണ്. അപ്പൊ നമ്മൾ അതിനെ 1.97 ആക്കി എടുത്തു. അപ്പോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 5/1.97 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ ഹരിക്കാറ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട് അല്ലേ.
അപ്പൊ നമ്മൾ ഒരു 10നെ കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്താൽ ഒരു തവണ ഇങ്ങോട്ട് ചാടി അപ്പോൾ 19.7 നമ്മൾ 197 കിട്ടുന്നത്. അപ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.97 ഇൻറ്റു 100 പറഞ്ഞാൽ അത് 197 അപ്പോൾ ഒരാളെ മാത്രം ഛേദത്തിന് മാത്രം ചെയ്താൽ പോരാ. ഈ താഴെ എന്താ ചെയ്യുന്നത് അത് മേലെ ചെയ്യണം, മേലെ എന്താ ചെയ്യുന്നത് താഴെ ചെയ്യണം. അതേപോലെ മേലെയും 100 കൊണ്ട് ഇൻറ്റു ചെയ്തു എന്നാലേ ശരിയാവുള്ളൂ. അപ്പൊ എന്ത് വന്നു? 5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 500 വന്നു. ഡിവൈഡഡ് ബൈ 1.97 ഇൻറ്റു 100 പറഞ്ഞാൽ 197 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം? ഇനി 500/197 അങ്ങോട്ട് ഹരിക്കണം. കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാണ്ട്, വേറെ ഒന്നുമില്ല. അതായത് കാൽക്കുലേഷൻ ചെയ്ത് കുറച്ച് നമുക്ക് പഠിയാണ്ട്. അത് ഹരണവും ഗുണനവും ഒക്കെ ഇവിടെ നന്നായിട്ട് അറിയണം. ഹരണവും ഗുണനും അറിയാത്തവർ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ടൈം കഴിഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ 10ാം ക്ലാസ് SSLC എന്ന് പറഞ്ഞിട്ട് കാര്യം ടൈമൊക്കെ ഇനിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ടേബിളായിട്ട് ഓരോ ഗുണന പട്ടികയായിട്ട് 8ന്റെ ഒരു 3 ദിവസം 4 ദിവസം 8ന്റെ ഗുണന പട്ടിക ഒരു 3-4 ദിവസമായിട്ട് പഠിക്കുക, 9ന്റെ പഠിക്കുക, ഇങ്ങനെ പഠിക്കുക. ഇനി ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഗുണന പട്ടിക പഠിച്ചിട്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ പഠിക്കാണ്ട്. നിങ്ങൾ അറിയാത്തവരോട് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 500/197 ചെയ്യണം. അപ്പം 500 197 പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഏകദേശം ഒരു കണക്കെടുക്കാം. ഏകദേശം എത്രയിൽ വരും എന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു 197 പറഞ്ഞാൽ 200ന്റെ അടുത്തായി അല്ലേ? അപ്പോൾ 500ന്റെ പകുതി 250 അപ്പോൾ 197 ഇൻറ്റു 3 എന്നൊക്കെ ചെയ്താൽ അതായത് 200 ഇൻറ്റു 3 ചെയ്യുന്ന പോലെ ആവും. അപ്പോൾ 600ന്റെ അടുത്തായിട്ടാ വരാം. അപ്പോൾ നമുക്ക് 600 വേണ്ട, 500 മതി. അപ്പോൾ മിക്കവാറും നമുക്ക് എങ്ങനെ? അപ്പോൾ നമുക്ക് 197 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 27 14 ശിഷ്ടം 1 20 18 18 3 19 ശിഷ്ടം 1 2 2 3 394. ഇനി ഇത് കൂടി ഒരു 200 കൂടി കൂട്ടിയാൽ 394 പ്ലസ് 200 എന്ന് പറഞ്ഞാൽ 200ന്റെ അടുത്ത് 197 പറഞ്ഞാൽ 200 തൊട്ട് അടുത്തായില്ലേ? അപ്പോൾ നമുക്കൊരു 200 ആക്കി എടുക്കാം. അപ്പോൾ 200 പറഞ്ഞാൽ അത് 594 അടുത്ത് വരും. അപ്പോൾ നമുക്ക് ഇവിടെ 2 തന്നെ എഴുതാൻ പറ്റും. 3 എഴുതാം. 3 പറഞ്ഞാൽ 500നേക്കാൾ കവിഞ്ഞു വന്നു, 500നേക്കാൾ ചെറുത് വരണം. അപ്പോൾ നമുക്ക് 394 എന്ന് എഴുതി. ഇനി മൈനസ് ചെയ്യുക. ഇവിടെ നിന്ന് 0 പോവില്ല, ഇവിടെ നിന്ന് ഇല്ല, ഇവിടെ നിന്നില്ല. അപ്പോൾ ഇവിടെ 4 ഇവിടെ 10 ഇവിടെ നിന്നും കൂടെ 10 ഇവിടെ 9 അപ്പോൾ 10 നിന്ന് 4 പോകുമ്പോൾ 6 ഇവിടെ 9 നിന്ന് 9 പോകുമ്പോൾ 0 4 നിന്ന് 3 പോകുമ്പോൾ 1 106 എന്ന് വന്നു. ഇനി നമുക്ക് 106 197 പോവോ? ഇല്ല, 106 ചെറുതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, 2.7. ഇനി നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് ഇവിടെ 1060 ആക്കി. ഇനി 1060 എത്ര 197 നോക്കണം. അപ്പോൾ ഈ 197 200 ആക്കി ഏകദേശം കണക്കാക്കാം. അപ്പോൾ 200 അപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്കാക്കുമ്പോൾ 200 ഇൻറ്റു 5 എന്താ 1000 അല്ലേ? അപ്പോൾ അതിൻ്റെ അപ്പുറം കുറക്കുമ്പോൾ നമുക്ക് ഇല്ല. പിന്നെ അടുത്ത 1200 ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം 5 തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് 197 ഇൻറ്റു 5 നോക്കാം. 197 ഇൻറ്റു 5 7 35 ശിഷ്ടം 3 95 45 45 3 48 ശിഷ്ടം 4 1 5 5 4 9 985 കിട്ടി. അപ്പോൾ നമുക്ക് മാച്ച് പറയാം. കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. കൺഫ്യൂഷനൊന്നുമില്ല എന്നറിയാം. കാരണം അപ്പോൾ നമുക്കിവിടെ എന്താ ഈ 5 നേരത്തെ 5 നമുക്ക് വേണ്ടത് 5 കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ എത്ര കിട്ടി? 900 എത്രയില്ല. അപ്പോൾ ഇത്ര മതി. 2.5 കിട്ടിയില്ലേ? ആ 2.5 മതി നമുക്ക് ആൻസറിൽ. കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 2.5 സെൻറ്റിമീറ്ററിന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഇത് എന്താ കിട്ടിയത്? ആരമാണ്. അപ്പോൾ നമുക്ക് ആരം 2.5 സെൻറ്റിമീറ്റർ നമ്മുടെ ആരം കിട്ടി. ആരം R = 2.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. R = 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനി ഇതിൽ അടുത്ത ചോദ്യം കൂടി നോക്കാം. ഒരു ചോദ്യം കൂടി ഇവിടെ ഉണ്ടല്ലേ. ഇതിൽ എന്താണ്? ഒരു വൃത്തത്തിന്റെ ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നോക്കുക, അവിടെ വൃത്തത്തിന്റെ ഫുൾ തന്നിട്ടില്ല, ഒരു ഭാഗം തന്നിട്ടേ ഉള്ളൂ അല്ലെ? അവിടെ അതിന്റെ ഇടയിലുള്ളത് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു കോണ് 140 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ വരുന്നു. അപ്പോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വൃത്തത്തിന്റെ ഇങ്ങനെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളൂ. എന്നിട്ട് അതിന്റെ ഈ ഒരു ഭാഗം 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിലുള്ള ഈ കോണ് 140 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ആരമാണ് കാണേണ്ടത് അല്ലെ?
അപ്പോൾ ആരും കാണാൻ നമുക്ക് ഈ സർക്കിളിൽ നിന്ന് പൂർത്തീകരിച്ച് വരച്ചേക്കാം. ഇങ്ങനെ വരും ശരിക്കും ഈ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ മൊത്തം. അപ്പോൾ ഈ 8 തന്നിരിക്കുന്നത് ഇവിടെ എന്താണ്? ഞാനാണ് തന്നിരിക്കുന്നത് അല്ലേ. ഞാൻ ഈക്വൽ ടു 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അറിയണ കാര്യം നമുക്ക് എന്താണ്? ഞങ്ങൾക്ക് ഞാൻ്റെ ഇക്വേഷൻ അറിയാം. ഞാനാണ് നമുക്കറിയാം. ഞാൻ ഈക്വൽ ടു 2r സൈൻ c/2 ആണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് c/2 കാണാം. ഞാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഇനി c/2 കാണാൻ c/2 കാണാം. അപ്പോൾ നോക്ക്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഈ ഒരു 2 ബിന്ദുക്കളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് വരച്ചിട്ട് നമ്മൾ ഇതിനൊരു ചതുർഭുജമാക്കി മാറ്റി. അപ്പോൾ ഈ ചതുർഭുജത്തിന്റെ എതിർക്കോണുകളുടെ തുക എത്രയായിരിക്കണം? 180 ഡിഗ്രി വരണം അല്ലേ. അപ്പോൾ ഈ കോണും കൂടെ കൂട്ടിയാൽ എത്ര വരണം? 180 വരണം. അപ്പോൾ ഈ 180 140 കുറയ്ക്കുമ്പോൾ ഇവിടെ 40 എന്ന് വരും. എന്നാലാണ് 140ഉം 40ഉം കൂടിയിട്ട് 80 വരുള്ളൂ. 180 വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ c/2 എന്ന് പറയാൻ എത്ര കിട്ടി? 40 ആട്ടോ, 40 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? ഞാനിൻ്റെ അവിടെ നമുക്ക് 8 തന്നിട്ടുണ്ട്. അപ്പോൾ 8 ഈക്വൽ ടു 2 ഇൻറ്റു 6 പകരം നമുക്ക് 6 കണ്ടുപിടിക്കേണ്ടത്. ഇനി സൈൻ 40 എന്ന് എഴുതി. ഇനി സൈൻ 40ന്റെ വില നിങ്ങൾ എന്താ പറയുക, ടേബിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 8 ഈക്വൽ ടു 2 ഇൻറ്റു 6 ഇൻറ്റു സൈൻ 40 എന്ന് പറഞ്ഞാൽ 0.6428 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഈ 2നെയും ഇതിനെയും കൂടെ ഇൻറ്റു ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്ത് വേണം? 0.6428 ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ 2 16 ഇഷ്ടം 3 2 4 3 5 24 8 26 12. ഇനി നമുക്ക് 0.4 നമ്പർ ഇപ്പം 1 2 3 4. അപ്പോൾ 1.285 എന്ന് വരും. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു? 8 ഈക്വൽ ടു 2 വരില്ല കേട്ടോ. 2 കൊണ്ട് നമ്മളിപ്പോൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് 2ന്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 1.2856 ഇൻറ്റു 6 വന്നു. ഇനി 6 മാത്രം നിർത്താം, ഇതിനൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ വന്നു 8 ഹരണം ഇവിടെ ഗുണനാണ്. അപ്പോൾ ഇവിടേക്ക് ഹരണമായി 1.2856 വരണം. ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് റൗണ്ട് ആക്കിയിട്ട് 2 നമ്പറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി 8ന്റെ പുറത്ത് 5 ആണ്. അപ്പോൾ നമുക്ക് 1.2856 1.28 ആക്കി എടുക്കാം. 1.28 എടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ 1.289 അങ്ങനെ ആക്കിയിട്ട് എടുക്കാം. നമുക്ക് 2.8 ആക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു 8/1.28 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് പോയിന്റ് കളയാൻ ഇവിടെ 2 പോയിന്റ് ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇൻറ്റു 100 ചെയ്യണം. ഇതിനെയും തന്നെ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ മുകളിൽ എന്ത് വന്നു? 800 വന്നു. താഴെ 2/28 ഇൻറ്റു 100 പറഞ്ഞാൽ 128 വന്നു. ഇനി 128 കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? നമുക്ക് 800നെ ഇങ്ങോട്ട് എന്ത് ചെയ്യാം? ഹരിക്കണം. സെക്കൻഡ്. അപ്പോൾ 800 ഹരണം 128 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 128നെ ഒരു 130 ഒക്കെ ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ 800ൽ എത്ര? ഒരു 120 അതായത് 200 ആണെങ്കിൽ 800ൽ 200 4 തവണയിൽ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 200ക്കാൾ കുറച്ചും കൂടി നല്ല കുറവാണ് 128 അല്ലേ. അപ്പോൾ ഒരു ഒന്നുമില്ലെങ്കിൽ 5 ഒരു 6. അപ്പോൾ ഡൗട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഒരു 128 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വന്നു? 8 40 ശിഷ്ടം 4 25 10 10 4 14 1 5. അപ്പോൾ 640 വരുള്ളൂ. അപ്പോൾ നമുക്ക് 5നേക്കാളും വലുത് വരും. അപ്പോൾ 6 നമുക്ക് ചെയ്ത് നോക്കാം. ഈ 6 അല്ലെങ്കിൽ 7 വരുന്നു മനസ്സിലായി. അപ്പോൾ എന്താ? ഇനി 6 കൂടെ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കട്ടോ. അല്ലാതെ ഒറ്റയടിക്ക് എനിക്ക് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാവട്ടെ വെച്ചിട്ട് അങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ 128 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 8 48 ഇഷ്ടം 4 26 12 12 4 16 ഇഷ്ടം 1 1 6 3 7. യെസ്, 768 കിട്ടും.
അപ്പോൾ 768 പറഞ്ഞാൽ 800 അടുത്തേക്ക് എത്തും. ഇനി ഒരു 128 കൂടി കൂട്ടിയാൽ 800 കുറഞ്ചാടും. അപ്പോൾ ഇവിടെ 6 കിട്ടുക. 6 അപ്പോൾ 768 കിട്ടി. ഇനി കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തായി? ഇവിടെ 7 ഇവിടെ 10 ഇവിടെ 10 ഇവിടെ 9 10 8 പോകുമ്പോൾ 2 കിട്ടി. 9 6 പോകുമ്പോൾ 3 കിട്ടി. 7 7 0 തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്യാം? ഒരു 0 ഇട്ട് കൊടുക്കാം, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇനി 128 320. അപ്പോൾ നമുക്ക് കാണുന്ന ഇവിടെ 3 കൊണ്ടാണെങ്കിൽ ഇൻറ്റു ഞാൻ 320 അപ്പുറം കിടക്കും. അപ്പോൾ എന്തായാലും ഇവിടെ 2 തന്നെ ആയിരിക്കും. ഒരു ഏകദേശം ഒരു എന്താ പറയുക, ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 × 8 16 ഇഷ്ടം പോലെ ഞാൻ എത്ര നിങ്ങൾക്ക് 6.2 നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. 6.2 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഈക്വൽ ടു 6.2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിക്കുന്നത്? ആരം ഈക്വൽ ടു 6.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനാണ് നമ്മുടെ മെയിൻ ആൾ എന്താണ്? നമ്മുടെ ഞാൻ ഈക്വൽ ടു 2r sin c/2 എന്ന ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് മനസ്സിലായാൽ ബാക്കിയൊക്കെ നമുക്ക് സിംഗിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ മനസ്സിലായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.